ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വചനദീപ്തി ഒഴുക്കുന്ന ഈ സ്നേഹവിരുന്നിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം തമ്പുരാൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കാം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ്. വിളിച്ചവനെ അറിഞ്ഞാൽ, അറിഞ്ഞവനോടൊപ്പം നടന്നാൽ, അവൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ അവൻ പരിപാലിക്കുന്ന പരിപാലന ബുദ്ധിക്കപ്രാപ്യമായത് പറഞ്ഞറിയിക്കാനാവാത്ത വണ്ണം. പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകൻ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ യൂദാ ഭവനവും ഇസ്രായേൽ നിവാസികളും എന്നോട് ഒട്ടി നിൽക്കണമെന്ന്. അവനോട് ഒട്ടി നിൽക്കാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും. ഇവിടെ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറയുകയാണ്. ജെറമ്യാ പ്രവാചകൻ 11-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ കാണാം, പ്രിയപ്പെട്ടവരെ, ഒരു ചണനൂല് കൊണ്ടുള്ള ഒരക്കച്ച വരാൻ പ്രവാചകൻ പറയുകയാണ്. അതനുസരിച്ച് ഈ ചണനൂല് കൊണ്ടുള്ള അരക്കച്ച തൻ്റെ അരയിൽ ചുറ്റാൻ പറഞ്ഞു. ചുറ്റിയ അരക്കച്ച എടുത്ത് ചുരുട്ടി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയുന്നു. പ്രവാചകൻ ഇത് പ്രവർത്തിക്കുന്നു. നാളുകൾക്ക് ശേഷം പ്രവാചകൻ വീണ്ടും പറയുകയാണ്, അന്ന് നിന്നോട് പറഞ്ഞതും പ്രകാരം നീ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്ന ആ അരക്കച്ച എടുത്തുകൊണ്ട് വരിക. അത് വിതിർത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ വിതിർത്തപ്പോൾ കാൽ കാശിന് കൊള്ളരുതാത്ത വണ്ണം അത് ദ്രവിച്ച് പുഴുക്കുത്തേറ്റ് പോയിരിക്കുന്നു. വിളിച്ച ദൈവത്തെ അറിയാതെ, വിളിക്കൊത്തുയരാതെ ഞാനും നിങ്ങളും നമ്മൾ തിരഞ്ഞെടുത്ത പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്കും നടമാടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചു. യെശയ്യാ പ്രവാചകൻ 49-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നു, തീരദേശങ്ങളെ കേൾപ്പിൻ, വിദൂര ജനതകളെ അറിയുവിൻ, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു, നിന്റെ രൂപവും നിന്റെ നാമവും എൻ്റെ ഉള്ളം കയ്യിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ജെറമ്യാ പ്രവാചകനോട് പറയുകയാണ് 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ പേരും രൂപവും എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ് 49-ാം അധ്യായം 1-2 വാക്യത്തിൽ, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയേറിയ അസ്ത്രം പോലെയാക്കി, അവിടുത്തെ ആവനാഴിയിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചു, അവിടുത്തെ കരത്തിൻ കീഴിൽ എനിക്ക് അഭയമരുളിയ ആ ദൈവത്തെ ഞാൻ മറന്നു പോകുമ്പോൾ. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28, 29, 30 വാക്യത്തിൽ പറയുന്നു, നിങ്ങളെയും അജഗണം മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് തൻ്റെ രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങളെന്ന് ഓർക്കണം. അതെ, കർത്താവിൻ്റെ സഭ പടുത്തുയർത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന അജപാലകരാണ് ഞാനും നിങ്ങളുമെന്ന് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം നമ്മൾ നമ്മുടേതാകുന്ന വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ എത്തേണ്ട അടുത്തെത്തുന്നില്ല. നമ്മുടെ കാലുകൾ ഇടറിപ്പോകുന്നു. നമ്മൾ പാതി വഴിയിൽ വെച്ച് നമ്മുടെ ഓട്ടം അവസാനിപ്പിച്ച് മടങ്ങേണ്ടതായിട്ട് വരുന്നു. എന്തുകൊണ്ട്? ദൈവസ്വരം കേൾക്കാൻ മടിച്ച്, ദൈവത്തെ തിരിച്ചറിയാതെ. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം തമ്പുരാൻ വിളിക്കുന്നു. ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ വേണ്ടി മോശയെ വിളിക്കുമ്പോൾ മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്, എന്നെതിന് പറ്റത്തില്ല. അങ്ങൊരു വാക്കെന്നോട് പറഞ്ഞാൽ അത് ഈ ജനത്തോട് പറയണമെങ്കിൽ എനിക്ക് 2-3 ദിവസം വേണ്ടി വരും. അതുപോലെ വിക്കുള്ളവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ നോക്കിയല്ല ദൈവം തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. മോശയ്ക്ക് സഹായത്തിന് അഹ്റോനെ കൊടുത്തതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്നറിയാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ജെറമ്യാ പ്രവാചകൻ 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിലുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിലുള്ള പദ്ധതി. നിനക്ക് 29-14 പറയുന്നു, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയം നൽകുന്ന പദ്ധതി ഒരുക്കി നമ്മെ വിളിച്ചവനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലം ഭാഗത്തും
കോലാടുകളെ തൻ്റെ ഇടം ഭാഗത്ത് നിർത്തിയിട്ട് തൻ്റെ വലം ഭാഗത്ത് നിൽക്കുന്ന ചെമ്മരിയാടുകളെ നോക്കി പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വചനം ശ്രവിക്കുവാൻ നിനക്ക് അവസരം കിട്ടിയെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ്. നിന്നെക്കുറിച്ചുള്ള വലിയ വലിയ പ്ലാനും പദ്ധതികളും ഒരുക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ വിളിച്ചവനെ അറിയാൻ മടിച്ചുവോ? വിളിച്ചവനെ അറിയാതെ, വിളിച്ചവൻ ഒരുക്കിയ വഴി കാണാതെ നമ്മൾ കടന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് ശേഷം ജോഷുവയെ വിളിക്കുന്നു. ജോഷുവയെ വിളിക്കുന്നത് ആ കാനാൻ ദേശം കൈയടക്കാനും അത് ഇസ്രായേൽ ജനത്തിന് വീതിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ജോഷുവയെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ പറയുന്നു, ഇതാ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടെത്തി, ഞാൻ നിന്നെ താല്പര്യപൂർവ്വം വാരിപ്പുണർന്നു, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും. വിളിച്ചവൻ പറയാണ്, എൻ്റെ അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നിന്നെ കാത്തു പരിപാലിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ. ഹെബ്രായർക്ക് 4-ാം അധ്യായം അതിന് 7-ാം വാക്യത്തിൽ പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരമൊന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ എന്ന് പറഞ്ഞവനെ അറിയുമെങ്കിൽ അവൻ്റെ വാക്കിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ആ ദൈവം ഒരുക്കിയ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി ഒരുക്കുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ 44-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം പറയുന്നു, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവാണ് ഞാൻ എന്നുള്ളത് നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. യെരമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത് ഗലാത്യക്കാർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു വന്ന്. അതെ, ജനതകൾക്കൊക്കെ മാർഗദർശിയാകുവാൻ, പ്രവാചകനാകുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിട്ട് ആ വിളി നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചുവോ? പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് ആകർഷിക്കാത്ത ആർക്കും എൻ്റെ അടുക്കൽ വരാനാവില്ല. പുതിയ നിയമം പറയുകയാണ്, പിതാവ് ആകർഷിച്ചവർക്ക് മാത്രമേ പുത്രൻ തമ്പുരാൻ്റെ അരികിൽ വരാനാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 1 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യത്തിൽ, അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിക്കുകയാണ്. സാമുവേലിനെ വിളിച്ച ദൈവം സാമുവേലിനെ വിളിച്ചു. ഏലി പുരോഹിതന്റെ അടുക്കൽ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ, ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൈവം തമ്പുരാൻ വിളിക്കുകയാണ്, സാമുവേൽ സാമുവേൽ. അവൻ വിളി കേട്ടു, ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതാ ഏലി പുരോഹിതൻ്റെ അടുത്ത് ചോദിക്കുക, ഗുരുവേ അങ്ങനെ വിളിച്ചുവോ? ഗുരു പറഞ്ഞില്ല, ഞാൻ വിളിച്ചില്ല. 1 അല്ല 2 അല്ല 3-ാമത്തെ വട്ടം വിളിച്ചപ്പോൾ ഗുരുവിന് മനസ്സിലായി, ഈ വിളി സാധാരണ വിളിയല്ല, ഇത് ദൈവത്തിൻ്റെ വിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏലി പുരോഹിതൻ പറയാണ്, ഞാനല്ല മകനെ നിന്നെ വിളിച്ചത്, നിന്നെ വിളിച്ച സർവശക്തനായ ദൈവം തന്നെയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സാമുവേൽ പ്രവാചകൻ വിളി കേൾക്കുന്നു, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, അവൻ ആ വിളിക്കൊത്ത് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിളിക്കൊത്ത് ഉയർന്ന ഏതാനും മക്കളെ നമ്മൾ കണ്ടെത്തുകയാണ് ഈ നിമിഷത്തിൽ. അതിൽ 1 രാജകുമാരന്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം പറയുന്നു, എലീഷായെ വിളിക്കുന്ന ദൈവം ഏലിയാ പ്രവാചകൻ വിളിച്ചു. ഏലിയാ പ്രവാചകൻ കടന്നു പോകുമ്പോൾ 12 കാളകളെ പൂട്ടി നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന എലീഷായെ കാണുകയാണ്. എലീഷായെ കണ്ടു കഴിഞ്ഞപ്പോൾ, എലീഷാവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എലീഷാവ് എന്ത് ചെയ്തു? മറ്റൊന്നും നോക്കാതെ താൻ ഉഴുതുകൊണ്ടിരിക്കുന്ന 12 കാളകളെ പൂട്ടി നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന എലീഷാവ് വിളിച്ചവൻ്റെ വിളി കേട്ടുകൊണ്ട് ആ 12 കാളകളെയും കൊന്ന് കലപ്പുകീറി അവ വേവിച്ച് ഭക്ഷണമൊരുക്കിയിട്ട് വിളിച്ച ഏലിയാവിനെ അനുഗമിക്കുന്നു. കാലങ്ങൾ ഏലിയാവിനെ അനുഗമിക്കുന്ന എലീഷാവിനെ കാണാം. എലീഷാവിനെ കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 രാജകുമാരന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലൂടെ കടന്നു വരുമ്പോൾ ഏലിയാവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? വിളിച്ച കാലം മുതൽ നീ എൻ്റെ പിന്നാലെ ഉണ്ട്, ഞാൻ നിനക്കെന്ത് തരണം? അവൻ അതുവരെ അവരൊരക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഇവിടെ ഗുരു ചോദിക്കുകയാണ്, ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, അങ്ങേക്കുള്ളതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് പറയാം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, എനിക്കുള്ളതിൻ്റെ ഇരട്ടി പങ്ക് നിനക്ക് കിട്ടണമെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എനിക്കുള്ളതിൻ്റെ ഇരട്ടി നിനക്ക് കിട്ടും. പിന്നീടുള്ള നിമിഷങ്ങളിൽ എലീഷാവ് കണ്ണിമയ്ക്കാതെ ഗുരുവിനെ നോക്കി പാർക്കുന്ന ഒരു മനുഷ്യനെ കാണാം.
ഏലിയാവ് പറഞ്ഞു, ഒരിക്കൽ പറയുകയാണ്, എലീഷാവിനോട് പറഞ്ഞു, ജോർദാൻ ഇക്കരെ വന്നോ പറഞ്ഞു, മകനെ നീ ഇവിടെ നിൽക്കുക, ഞാൻ അക്കരെ പോയിട്ട് വരാം. എലീഷാ പറയാണ്, അങ്ങ് പോകുന്നിടത്ത് ഞാനും വരും. അങ്ങയുടെ ആൾക്കാർ എൻ്റെ ആൾക്കാരാണ്, അങ്ങയുടെ ദൈവം എൻ്റെ ദൈവമാണ്. അങ്ങ് എവിടെ പോകുന്നുവോ അവിടെ ഞാൻ വരും. അപ്പോൾ ഒരിക്കലൊരു മുറി കിടന്നിറങ്ങുമ്പോൾ എലീഷാ പറഞ്ഞു, നീ അപ്പുറത്ത് കിടന്നോ, ഞാൻ ഇപ്പുറത്ത് കിടക്കാം. ഏലിയാ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് അങ്ങയുടെ ഇരട്ടി പങ്ക് വേണമെന്നുള്ള. അത് വേണമെങ്കിൽ അങ്ങ് ഏത് സമയത്താണോ എടുക്കപ്പെടുന്നത് അത് കാണുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. എങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടുകയുള്ളൂ. അതിനവനെന്ത് ചെയ്തു? കണ്ണിമയ്ക്കാതെ നോക്കി. അതിനിടയ്ക്ക് എലീഷാവും കൂടെ നടന്നു പോകുന്ന വഴിക്ക് ദൈവദൂതൻ വന്നിട്ട് ഇതാ എലീഷാവിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കൂടെ നടക്കുന്നവനെ സംവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എലീഷാവ് അവിടെ കിടന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ എടുക്കപ്പെടുന്ന നേരത്ത് എലീഷാവ് എന്ത് ചെയ്തു? തൻ്റെ മേൽവസ്ത്രം എടുത്ത് എലീഷാവിന് എറിഞ്ഞു കൊടുക്കുന്നു. എലീഷാവ് അതും കൊണ്ട് വരുമ്പോൾ ഇക്കരെ നിൽക്കുന്ന ആൾക്കാർ, ആശാനും ശിഷ്യനും കൂടെ മറുകര കടന്നു പോയപ്പോൾ കണ്ടിരുന്ന ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ദേ വരുന്നു ഒരുവൻ ഒറ്റയ്ക്കെന്ന് വന്ന് അവഹേളിക്കുമ്പോൾ അവനെന്ത് ചെയ്തു? ഏലിയാ വിട്ടുകൊടുത്ത മേലങ്കി, അവൻ്റെ വിശ്വാസമാണത്. ഏലിയാ വിട്ടുകൊടുത്ത മേലങ്കി അവൻ എടുത്തുയർത്തിക്കൊണ്ട് പറയുകയാണ്, ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, ഏലിയാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം എൻ്റെ കൂടെയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാ വിട്ടുകൊടുത്ത ആ മേൽവസ്ത്രം എടുത്ത് ജോർദാൻ നദിയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ജോർദാൻ നദി രണ്ടായി പകുത്ത് ഇതാ വറ്റി വരേണ്ട മണലിലൂടെ എലീഷാവ് നടന്നു വരുന്നത് കണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയാണ്, ഇവൻ ചില്ലറക്കാരനല്ല, ഗുരുവിൻ്റെ ഇരട്ടി പങ്ക് ഇവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള എലീഷാവിൻ്റെ യാത്രകൾ നമ്മൾ കാണാം. എലീഷാവിൻ്റെ യാത്ര കാണുമ്പോൾ ഒരിക്കൽ എലീഷാവും ഗേഹസിയും കൂടെ സ്ഥിരമായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയോരത്ത് ഒരു രാജകൊട്ടാരത്തിൻ്റെ സമീപം ഒരു മുതലാളി യജമാനൻ്റെ കൊട്ടാരത്തിൻ്റെ പരിസരത്തൂടെയാണ് കടന്നു പോകുക. അങ്ങനെ എല്ലാ പ്രാവശ്യവും കടന്നു വരുന്ന കണ്ടുകൊണ്ട് ആ മുതലാളിയുടെ ഭാര്യ പറഞ്ഞു, നമ്മുടെ വീട്ടുപുറത്തൂടെ കടന്നു പോകുന്ന ആളൊരു പ്രവാചകനാണ്, നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഇതുവഴി വരുമ്പോൾ അയാൾക്ക് വിശ്രമിക്കാൻ നമുക്ക് അദ്ദേഹത്തിന് ഒരു മുറി പണിത് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എലീഷാവിന് വേണ്ടി ഒരു മുറി പണിത് കൊടുത്തു. അവിടെ അദ്ദേഹത്തിന് കിടക്കാൻ കട്ടിലും അവിടെ ഇരിക്കാൻ ഒരു കസേരയും അവിടെ എന്തെങ്കിലും കുത്തിക്കുറിക്കണമെങ്കിൽ ഒരു മേശയും ഒക്കെ സ്ഥാപിച്ചു. അവനെ അവർ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ എലീഷാവ് ചോദിക്കുകയാണ്, ഗേഹസിയോട്, ബാല്യക്കാരനോട് ചോദിച്ചു, ഇവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പോഴദ്ദേഹം പറയാണ്, ഇവൾക്ക് കുട്ടികളില്ല, ഇവിടെ ഭർത്താവ് വയോവൃദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, എലീഷാവ് അവളെ വിളിച്ച് അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, അടുത്ത വസന്തത്തിൽ ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരിക്കട്ടെ. പറഞ്ഞതുപോലെ തന്നെ, പ്രവാചകൻ കൽപ്പിച്ചതുപോലെ തന്നെ ഇതാ ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞിന് 4 or 5 വയസ്സ് പ്രായമായ സമയത്ത് ആ കുഞ്ഞ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി വളരുകയാണ്. വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനോട് എല്ലാവർക്കും പ്രിയമാണ്. അങ്ങനെ ജോലിക്കാരോടൊപ്പം ഈ കുഞ്ഞ് കളിക്കുമ്പോൾ, വയലിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പണിക്കളത്തിൽ ആയിരിക്കുന്ന യജമാൻ്റെ അരികിൽ ഈ കുഞ്ഞ് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ, അവരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ആ പറമ്പിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിനൊരു തലവേദന വരിക. ആ കുഞ്ഞ് തലവേദന വന്ന് നേരെ ആൾക്കാരെല്ലാവരും കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യജമാൻ്റെ മുതലാളിയുടെ മടിയിൽ കൊണ്ട് കുഞ്ഞിനെ കിടത്തി. ആ നിമിഷം, ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് തലയിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. പെട്ടെന്ന് ആ കുഞ്ഞിനെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ആ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. പെട്ടെന്നെന്തോ തീരുമാനമെടുത്ത പോലെ ബാല്യക്കാർ വിളിച്ചിട്ട് ആ പ്രവാചകനെ തേടി പോവുകയാണ്. പ്രവാചകനെ തേടി പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ തേടിപ്പോയി ഒരിടത്ത് ചെന്നപ്പോൾ പ്രവാചകനെ കണ്ടെത്തി. വരുന്ന ദൂരെ വെച്ച് കണ്ട ഇതാ എലീഷാ പ്രവാചകൻ പറയാണ്, അവൾക്കെന്തോ ദുഃഖമുണ്ട്, അവിടെ മുഖം കണ്ടാൽ അറിയാം. അതിന് കാരണം എന്തെന്ന് ദൈവം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. പെട്ടെന്ന് അവൾ ഓടി വന്നിട്ട് ഈ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ എനിക്കൊരു കുഞ്ഞിനെ തന്നത്? ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്തിനാ കുഞ്ഞിനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഇവിടെ നേരെ കോപിക്കുമ്പോൾ, ഇവിടെ ഈ പ്രവാചകന് നേരെ അവൾ കയർത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പ്രവാചകന്റെ കയ്യിൽ നിന്ന് അധികാരത്തിൻ്റെ വടിയും വാങ്ങിക്കൊണ്ട് നേരെ ഗേഹസി എന്ന് ആ കുഞ്ഞിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചു. അപ്പോഴ് ആ ശൂനംകാരി അവൾ പറയാണ്, ആ യജമാന്റെ ഭാര്യ പറയാണ്,
നിങ്ങളുടെ ബാല്യക്കാരനല്ല, നിങ്ങൾ തന്നെ എൻ്റെ കൂടെ വന്നെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ അവർ ഒരുമിച്ച് വരികയാണ്. ഒരുമിച്ച് വരുമ്പോൾ ഇദ്ദേഹം കിടന്ന അതേ കട്ടിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു. ഇദ്ദേഹം സാധാരണ പുതയ്ക്കാറുള്ള ആ പുതപ്പെടുത്ത് ആ കുഞ്ഞിനെ മൂടിയിട്ട് താഴെ ആൾക്കാരെല്ലാവരും കൂടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രവാചകനായ എലീഷാവ് എവിടെയാ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു ചോദിക്കുന്നു. കുഞ്ഞിനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെന്ന് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് എലീഷാവ് എന്ത് ചെയ്തു? തൻ്റെ ചുണ്ട് ആ ചത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ ചുണ്ടിനോട്, തൻ്റെ കണ്ണ് ആ കുഞ്ഞിൻ്റെ കണ്ണിനോട്, തൻ്റെ നെറ്റി ആ കുഞ്ഞിൻ്റെ നെറ്റിയോട് ചേർത്ത് ദൈവത്തെ വിളിച്ച് കരഞ്ഞു. അല്പനേരം കഴിഞ്ഞു വീണ്ടും വന്ന് അങ്ങനെ പല കുറി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചത്ത് കിടക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് 2 വട്ടം തുമ്മിട്ട് ചാടി എഴുന്നേറ്റപ്പോൾ ചത്ത് കിടന്ന കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന പ്രവാചകനെ കാണുകയാണ്. ആ പ്രവാചകൻ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ എലീഷാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ ഗുരു പ്രവർത്തിച്ചതിനേക്കാൾ ഇരട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്ന കാലത്ത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ എലീഷാ പ്രവാചകൻ മരിച്ചു. ഹല്ലേലൂയ. എലീഷാ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എലീഷാ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ കാണാം. എലീഷായുടെ മരണത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. എലീഷാ മരിച്ചു. എലീഷാ പ്രവാചകനെ കൊണ്ടുപോയി അടക്കം ചെയ്തു. ഇന്നത്തെ പോലെ 6 അടി താഴ്ചയുള്ള കുഴിയൊന്നുമല്ല എടുത്തത്. പ്രിയപ്പെട്ടവരെ, മണ്ണ് മാന്തി, സ്ഥലമൊക്കെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ആ മണ്ണ് മാന്തിയിട്ട് ആ ബോഡി അടക്കം ചെയ്തു. എലീഷാ പ്രവാചകന്റെ ബോഡി അടക്കം ചെയ്തു. കൈകൊണ്ട് മണ്ണ് വാരിയിട്ട് ഒരു കൂന കൂട്ടിയിട്ടു. അവരവിടുന്ന് പോയി. നാളുകൾ പലത് കഴിഞ്ഞു. കാറ്റടിച്ചു, വസന്തം വന്നു. ഈ മണ്ണെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ ശരീരം ജീർണിച്ച് ആ അസ്ഥി പുറത്ത് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനത്തിൽ കാണാം. ആ ദേശത്ത് ഒരു ബാല്യക്കാരൻ മരിച്ചു. ഒരു ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ബോഡിയും വഹിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന വഴിക്ക് അടക്കം ചെയ്യാണ്ട് കൈയും കാലും കൈകളുടെ കൂട്ടിക്കെട്ടി തലയൊക്കെ താടിയെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ആ ശവം അടക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എതിരെ ശത്രു സൈന്യങ്ങൾ കുതിരക്കുളമ്പടിയുടെ സ്വരവും ശത്രു സൈന്യത്തിൻ്റെ ആരവം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബോഡി അടക്കം ചെയ്യാനായിട്ട് വന്നവർ ഭയന്ന് പറച്ച് അവർ എവിടെയാണോ ശവം അടക്കാൻ പോകുന്നത് അത് ആ വഴിക്കൂടെയാണ് ഈ പടയാളികൾ വരുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? അടക്കം ചെയ്യാൻ കൊണ്ടുവന്ന ശരീരം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവര് തങ്ങളുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഈ ബോഡി ചെന്ന് വീണത് കുസുത്ത് കിടന്ന എലീഷാവിൻ്റെ അസ്ഥിയുടെ പുറത്ത് വീണതും ആ കുസുത്ത് കിടന്ന അസ്ഥിക്ക് ആ ശവശരീരത്തിന് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നു. ഓർക്കണം, ജീവിച്ചിരുന്നപ്പോൾ മരിച്ചവനെ ഉയർപ്പിച്ചവൻ മരിച്ചതിന് ശേഷം അവൻ്റെ അസ്ഥിക്ക് പോലും മറ്റൊരു ജീവൻ കൊടുക്കുവാൻ കഴിവ് കൊടുത്ത ദൈവത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ 44-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന്. അതെ, നമ്മെ തെരഞ്ഞെടുത്തത് ഇപ്രകാരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാ, അനുഗ്രഹങ്ങൾ എത്തിപ്പിടിക്കാനാ ദൈവം തമ്പുരാൻ നമ്മളെ തെരഞ്ഞെടുത്തത്. വിളിച്ചവനെ അറിയാതെ പോകുമ്പോൾ, അവൻ്റെ മഹത്വം തിരിച്ചറിയാതെ പോകുമ്പോൾ, അവൻ്റെ ശക്തി തിരിച്ചറിയാതെ പോകുമ്പോൾ, യെശയ്യാ പ്രവാചകൻ 41-ാം അധ്യായം 8 മുതൽ 8, 9, 10 വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, നീ എൻ്റെ ദാസനാണ്, നീ എൻ്റെ ദാസൻ തന്നെ, എന്നെ ദാസനായിട്ട് വിളിച്ച ദൈവം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം പറയുന്നു, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല, എന്നാൽ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അറിയുന്നത് കൊണ്ട് ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല, ഇനിമേൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിതന്മാരെന്ന് വിളിച്ച് ദാസനായിട്ട് കണ്ടു അവിടുന്ന് നമ്മളെ സ്നേഹിതന്മാരാക്കി കഴിയുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. അതെ, ദൈവമകനാകാൻ ദൈവമകളാകാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 3:2 പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, ഒരിക്കൽ ഇവിടെ അസിസി ധ്യാന കേന്ദ്രത്തിൽ, പാലായിൽ അസിസി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ധ്യാനം കൂടാൻ വന്ന ഒരു പെൺകുട്ടി, അവൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളുടെ നാട്ടിൽ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു വളർന്നു.
അവൾ ആ മാമൂലുകൾ പ്രകാരം ജീവിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ 9 തരം രോഗങ്ങൾ, 2 കിഡ്നിയും തകർന്നു, ക്യാൻസർ രോഗം പിടിപെട്ടു, വിവിധങ്ങളായ രോഗങ്ങൾ അവളെ അലട്ടിയപ്പോൾ അവൾ എവിടെയോ അവിടെ കർണാടകത്തിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ കടന്നുപോയി, യാദൃച്ഛ്യമായിട്ട് കടന്നുപോയി. അവൾ ആ വചനം കേട്ടു. യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം 10-11 വാക്യത്തിൽ പറയുന്നു, മഞ്ഞും മഴയും ആകാശത്ത് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കാതെ മടങ്ങിപ്പോകുന്നില്ല. അതും പ്രകാരമാണ് എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കും. ആ വചനം കേട്ടവള്, പ്രിയപ്പെട്ടവരെ, തുടർന്ന് വന്ന ദിവസങ്ങളിൽ അവൾ അവിടുന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു, കന്നഡ വിഭാഗത്തിൽ വന്ന് അവൾ ധ്യാനം കൂടി അവൾ അവിടെ ജീവിത സാക്ഷിയോടെ പങ്കുവച്ചു. അത് കഴിഞ്ഞപ്പോൾ 1.5 വർഷക്കാലം അവൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രേക്ഷിതയെ പോലെ ജീവിച്ചു. ഇവിടെ പല പല ധ്യാനങ്ങൾ അവൾ പങ്കെടുത്തു. അങ്ങനെ ദൈവത്തിൽ അവൾ പൂർണ്ണമായിട്ട് സറണ്ടറായി. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവൾ ഇവിടുന്ന് പോകാൻ നേരത്ത് പനക്കലച്ചൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇനി ജീവിക്കുന്നത് എൻ്റെ കർണാടകത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് അവളുടെ വീട്, അവളുടെ സ്വത്ത് എല്ലാം പാവങ്ങൾക്ക്, ആരോരുമില്ലാത്തവർക്ക് അവൾ പങ്കുവച്ചു. ഇടാൻ ഇട്ടിരിക്കുന്ന തുണിയൊന്ന് മാറാനായിട്ട് ഒരു മറുതുണി മാത്രം കൈക്കലാക്കിക്കൊണ്ട് അവൾക്കുള്ളതെല്ലാം പങ്കുവച്ചു. അവൾ കർത്താവിൻ്റെ വയലിൽ ശക്തമായൊരു വേലയ്ക്ക് നടക്കുന്നു. ആ പെൺകുട്ടിയാണ് അസീസിൽ വെച്ച് എനിക്ക് കാണാൻ പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. അവിടെ എൻ്റെ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വന്ന് എൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് അവൾ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ കർണാടകത്തിലേക്കൊന്ന് വരാമെന്നു. അങ്ങനെ കർണാടകത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി എന്നെ വിളിച്ചു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ അവളോടൊപ്പം പോകാൻ തയ്യാറാകുന്നു. നമ്മളന്ന് ആത്മീയമായിട്ട് ഇത്രമാത്രം വളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല. കർത്താവ് അവരിലൂടെ വിളിച്ചു, പോകാൻ തയ്യാറായി. ഇവിടുന്ന് പോകുമ്പോൾ കർത്താവ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, ഞാൻ പറയുന്നിടത്ത് ഭക്ഷണം കഴിക്കാവൂ, നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി ഞാൻ അയക്കും. ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പോയി നേരെ കർണാടകത്തിൽ ചെന്ന് പലയിടത്ത് നിന്ന് ശുശ്രൂഷ നടത്തി. അങ്ങനെ ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ കൂർഗിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്നു. കൂർഗിൻ്റെ കൺവെൻഷനിലേക്ക് ഇവരെല്ലാവരും കൂടെ എന്നെയും കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഉള്ള പ്രാർത്ഥന ഗ്രൂപ്പുകൾ മിക്കവർക്കും നമ്മളെ അറിയാം. ഓരോ പ്രഭാതത്തിലും ഒരു വീട്ടിൽ പ്രാർത്ഥന. ആ വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 1.5-2 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടുന്ന് 4-5 വണ്ടി നിറയെ ആൾക്കാരുമായിട്ട് അടുത്ത ഒരു 20-25 കിലോമീറ്റർ അകലെയുള്ളൊരു ഗ്രൂപ്പിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയും ഒരു 10-100ലധികം ആൾക്കാരുണ്ടാകും. അവരൊരു 3-4 വണ്ടി അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കർണാടകത്തിൻ്റെ വിവിധ മുക്കും മൂലയും ഞങ്ങൾ കയറി ഇറങ്ങി പലയിടങ്ങളിൽ ശുശ്രൂഷ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉൻസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. ആ ബൈബിൾ കൺവെൻഷനിലേക്ക് എന്നെ വിളിച്ചിട്ട് 12 മണി മുതൽ 1 മണി വരെ ക്ലാസ് എനിക്ക് പറയുകയാണ്. 12 മുതൽ 1 മണി വരെ എനിക്ക് ക്ലാസ് പറയുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ദിവ്യഗാനത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞിട്ട് അവിടുത്തെ പ്രേക്ഷിതർ വന്ന് വിളിച്ചപ്പോൾ 8:30 വന്ന് വിളിക്കുന്നു. കാരണം ആ കൂർഗിൻ്റെ കൺവെൻഷൻ വെച്ചിരിക്കുകയാണ്. പല ദേശത്തുനിന്ന് പല ആൾക്കാർ ആ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനെ കൊണ്ടുവരുന്ന ലീഡർമാർ അവർക്ക് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ശുശ്രൂഷ. അങ്ങനെ 4-5 പേര് ശുശ്രൂഷയ്ക്ക് കയറിയിട്ട് ഇത്രയും പേർക്ക് വചനം പങ്കുവയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കൊടിയ മഞ്ഞുള്ള സമയത്ത് അവിടെ അങ്ങനെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമായില്ല, എനിക്ക് 12 തൊട്ട് 1:30 വരെയാണ് സമയം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമായില്ല പറഞ്ഞു. അപ്പോൾ അച്ഛൻ തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ആൾക്കാരെ കയറാൻ പറഞ്ഞു. ഞാൻ കയറി ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് മുൻപുള്ള 4 പേര് കയറിയിട്ട് 4 പേർക്കും വചനം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഞാനെടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കീബോർഡ് വായിക്കുന്ന ഒരാൾ, ഈ അങ്കമാലിക്കാരനാണ്, അയാളോട് കീബോർഡ് വായിക്കുന്നു. തൊട്ടിപ്പുറത്ത് ഒരു സ്ത്രീ, അവരിങ്ങനെ സ്കാഫൊക്കെ കെട്ടിയിട്ട് അവരുടെ തൊട്ടുപറ്റുന്നുണ്ട്. മറ്റൊരു സ്ത്രീ ഇവരുടെ കവിള് ഇങ്ങനെ കൂടെ ഇങ്ങനെ ഒപ്പിയിട്ട് ഇതിങ്ങനെ മടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇവർ 7 വർഷത്തിന് മുമ്പ് അവരുടെ അടുത്ത് ഒരു 7 വയസ്സ് പ്രായമായ ഒരു ആൺകുട്ടി നിൽപ്പുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ മരുന്ന് മാറി കുത്തിവെച്ച് ഇവള് ഒരു വശം തളർന്നുപോയി. ഇവരുടെ നാവ് ഉണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയി. വാ തുറന്നു നോക്കിയാൽ ഒരു ഗുഹ പോലെ മാത്രമേ കാണൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രി 12 മണിക്ക് ഇവൾക്ക് കർത്താവ് ജീവൻ കൊടുക്കും. ഇവിടെ നഷ്ടപ്പെട്ട ആരോഗ്യങ്ങൾ ഇവൾക്ക് തിരിച്ചു കൊടുക്കും. ഇവൾ സംസാരിക്കും. നാവില്ല, സംസാരശേഷി നഷ്ടപ്പെട്ടു. ഒരു വശം തളർന്നു പോയ ആ പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, പിന്നെ എല്ലാവരും വാച്ചിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ ആ വചനം പറയാനായിട്ട് ഉപയോഗിച്ചു. ഞാനിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃത്യം 12 മണിയായ സമയത്ത് നോക്കുമ്പോൾ ഈ നിൽക്കുന്ന പെണ്ണ്
പരസഹായം കൂടാതെ ഈ ഒരു കൈ ഇങ്ങനെ വളഞ്ഞു കുത്തി കിടക്കുന്ന ഒരു കവളിങ്ങനെ കോടിയിട്ട് അതിലൂടെ ഈളാപ്പ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന പെണ്ണ് 2 കരം ഉയർത്തി യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ആ അത്ഭുതം അവിടെ വലിയൊരു സംഭവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7 വർഷമായിട്ട് തളർന്നുപോയ, ഇറങ്ങിപ്പോയ അവിടെ നാക്ക് പുറത്തു വരികയും അവിടെ തളർന്നുപോയ ശരീരം നേരെയാകുകയും ദൈവത്തിൻ്റെ വചനം അവൾക്ക് വലിയ സൗഖ്യം കൊടുക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടായി. ദൈവത്തിൻ്റെ ഇടപെടൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഇടപെടലുണ്ടായി എന്ന് മാത്രമല്ല, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യത്തിൽ പറയുന്നു, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. അതേ പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും വിശുദ്ധരോടൊപ്പം അവിടുത്തെ സഹപൗരന്മാരാകാൻ ദൈവം തമ്പുരാൻ വിളിച്ച ആ വിളിക്കൊത്ത് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. ആ വിളിക്കൊത്ത് നമ്മൾ ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ പൈതലായി മാറുവാൻ ദൈവം പ്രവർത്തിച്ച ആ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത അജപാലകരാണ് നിങ്ങൾ എന്ന ഓർമ്മയുണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.